അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ട്രാൻസ്പ്ലാന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോയിലോടുകൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കണ്ടൻറ്റായിട്ട് എടുത്തേക്കണം വന്നിട്ട് നമ്മൾ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തെല്ലാം സൂക്ഷിക്കണം, നമുക്ക് എന്തെല്ലാം മെഡിസിൻ ഉണ്ട്, അതിനെ പറ്റിയിട്ടൊക്കെ കേട്ടോ. അപ്പം ഒത്തിരി ആൾക്കാർ ചോദിച്ച ചോദ്യങ്ങൾ ഒത്തിരി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു, നമ്മൾ ബസ് പിടിച്ച് തിരിച്ച് വീടെത്തി. അന്ന് തൊട്ടുള്ള കാര്യങ്ങൾ, ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം വീടെത്തി, അപ്പം നമുക്ക് അവിടെ നിന്നൊരു ഒരു സർജിക്കൽ ക്യാപ്പ് വെച്ച് തന്നെ അവിടെ നിന്ന് വിടണം. അപ്പം എനിക്ക് തലേന്ന് രാത്രി വെക്കുന്ന ടൈമിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇവിടെ ബ്ലീഡിങ് എല്ലാം നിന്നു, എല്ലാം അത്യാവശ്യം ഓക്കെ ആയി. അവർ മെഡിസിനൊക്കെ തേച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് ആ ക്യാപ്പും വെച്ചാൽ വിടണം. ഓക്കെ, ഞാൻ ആ ടൈമിൽ ഒരു സെൽഫി അങ്ങനെ എടുത്തെന്ന് തോന്നും, വിട്ടു. അപ്പോൾ ഞാൻ ഒത്തിരി കാത്തുനിന്ന് ബസ്സൊക്കെ കിട്ടി. ബസ്സിൽ തട്ടാതെ വന്ന വെച്ച ടാസ്ക്കായിരുന്നു, ഞാൻ മുന്നേ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് വീടെത്തി. ഞാൻ വീടെത്തിയുമ്പോഴും എനിക്ക് വേറെ ഫേസിൽ വേറെ ചേഞ്ച് ഒന്നും കാണാനില്ല. ഓക്കെ, എനിക്ക് ഇതുവരെ ക്യാപ്പ് വെച്ചിട്ടുണ്ട്, ഇത്രയും വരെ ക്യാപ്പ്. നമ്മൾ കാറ്ററിംഗ് ആരെ വെക്കൂല, ആ ടൈപ്പ് ക്യാപ്പാണ് വെച്ചിട്ടുണ്ട്. ഓക്കെ ആയിരുന്നു. ഇവിടെ വന്നിങ്ങനെ ക്യാപ്പ് ഊരി നോക്കണതും നീര് ഇവിടെ വരെ വന്ന് ഇങ്ങനെ തെള്ളി നിൽപ്പുണ്ട് നീര്. അത് നല്ല കോമഡി ഒന്ന് കാണാനായിട്ട്. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ച്, ദൈവം ഒരു ദിവസം കൂടി അവിടെ നിന്നിട്ടാണ് വന്നിരുന്നുണ്ടെങ്കിൽ എൻ്റെ മോൻ്റെ മൊത്തം നീരിറങ്ങിയേനെ. പിന്നെ ബസ്സിൽ വരുന്ന ടൈമിൽ എല്ലാവർക്കും ഒരു കോമഡി പീസായി പോയേനെ. അപ്പോൾ വിഷയത്തിൽ മാറിപ്പോണം. ഓക്കെ ബ്രോ, അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടറോട് നിന്ന് പറഞ്ഞു വിട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് മിനിമം 7 മുതൽ 10 ദിവസം വരെ റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലായിരിക്കണം നമ്മളിത് ചെയ്യാൻ പോവുക. അതായത് ഇപ്പം സപ്പോസ് ഇപ്പം ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് മിനിമം ഒരു 10 ദിവസമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ ഉള്ള ഒരു കണ്ടീഷൻ ഉള്ളവർ ചെയ്യുക. 7 ദിവസമെങ്കിലും മിനിമം, 10 ദിവസമായിരിക്കും നല്ലത്. അപ്പോൾ അതൊരു കാര്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ചൂടുള്ള ആഹാരങ്ങൾ, ശരീരം ചൂടാക്കാൻ ഉള്ള ആഹാരങ്ങൾ, അതായത് ശരീരത്തിന് ഒത്തിരി ചൂട് കൊടുക്കുന്ന തരം ആഹാരങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അതിൽ വെജും നോൺ വെജും ഉണ്ടെന്നുള്ളത് എനിക്ക് ഭയങ്കര വിഷമം. ഇപ്പോൾ ഞാൻ വിചാരിച്ചത് നോൺ വെജ് മാത്രമായിരിക്കുന്നതാണ്, പക്ഷേ അതിൽ കുറച്ച് വെജ് ഉണ്ടായിരുന്നു. വെജ് എന്ന് പറയുമ്പോൾ നമ്മുടെ പപ്പായ, മാംഗോ, അങ്ങനത്തെ പൈനാപ്പിൾ, അങ്ങനത്തെ കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റം ഒഴിവാക്കുക. അതും സ്ട്രിക്ട്ലി ഒഴിവാക്കുക. 7 days സ്ട്രിക്ട്ലി ഒഴിവാക്കുക എന്ന് പറഞ്ഞു. 7 ദിവസത്തേക്ക് മാങ്ങ ഒട്ടും കഴിക്കേണ്ടതെന്ന് പറഞ്ഞു. ഞാനിവിടെ നിന്ന് ആക്ച്വലി മാങ്ങ കുറച്ച് കഴിക്കാനായിട്ട് പോയ വഴി കൊണ്ടുപോയി. പിന്നെ അതൊന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ അവിടെ ആൾക്കൊക്കെ കൊടുത്തു, ഞാൻ ആ മാങ്ങ കഴിച്ചില്ല. അപ്പോൾ മാങ്ങ കഴിച്ചുകൂടാ, പൈനാപ്പിൾ കഴിച്ചുകൂടാ, പിന്നെ ഒരു ഐറ്റം ഉണ്ടല്ലോ, മാങ്ങ, പൈനാപ്പിൾ, എന്താ ഒരു ഐറ്റം, ഒരു ഫ്രൂട്ടും ഉണ്ട് കഴിച്ചുകൂടാത്തത്, പപ്പായ കഴിച്ചുകൂടാ. പിന്നെ നോൺ വെജ് എന്നുള്ള സാധനം, ചിക്കൻ, മട്ടൺ, ബീഫ്, പോർക്ക് ഒന്നും കഴിച്ചുകൂടാ. മീനും കഴിച്ചുകൂടാ, മുട്ടയും കഴിച്ചുകൂടാ. ഓക്കെ, അപ്പം നോൺ വെജും കഴിച്ചുകൂടാ, വെജും കഴിച്ചുകൂടാ. ഇലക്കറികൾ കഴിക്കാം. പിന്നെ പാലും കുടിക്കേണ്ടതെന്ന് പറഞ്ഞു. നിർബന്ധമാണെങ്കിൽ 1 ഗ്ലാസ് പാലെങ്ങനെ കുടിച്ചോളാൻ പറഞ്ഞു. പിന്നെ തൈര് കുടിക്കാം, തൈര് തണുപ്പല്ലേ, തൈര് കുടിക്കാം. ഞാനപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ചോറ്, തൈര്, ചമ്മന്തി, എന്തെങ്കിലും മെഴുക്കുരട്ടി, ഉരുളക്കിഴങ്ങോ അങ്ങനെ എന്തെങ്കിലും മെഴുക്കുരട്ടി. അപ്പം പിന്നെ ഒത്തിരി ഓയിലിയും കഴിക്കേണ്ടതെന്ന് പറഞ്ഞു, ഓയിലി ഫുഡും ഒരുപാട് കഴിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു 7 ദിവസത്തെ ആഹാരവും ഏതാണ്ട് ഇത് തന്നെയായിരുന്നു. ശരി, ഞാൻ ഒരു തൈര് ലവറാണ്, തൈര് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. ഞാൻ നല്ല തൈര് കുഴച്ച്, ചമ്മന്തിയും ഇട്ട് തൈരും കുഴച്ച് ഒരു മെഴുക്കുരട്ടി എനിക്ക് ധാരാളമാണ്. എനിക്ക് ചിക്കനേക്കാളും ടേസ്റ്റാണ്, ഭയങ്കര ഇഷ്ടമാണത്. എനിക്ക് വെള്ളം ഓർമ്മ. അപ്പോൾ ഞാൻ അതാണ് കഴിച്ച് 7 ദിവസം. 7 കഴിഞ്ഞ് അടുത്ത ദിവസം തൊട്ട് ഞാൻ മുട്ടയൊക്കെ കഴിച്ചു തുടങ്ങി. ഡെയിലി ഒരു മുട്ട കഴിച്ച്. പിന്നെ സത്യമായി പറയുവാണെങ്കിൽ എനിക്ക് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഇച്ചിരിയൊക്കെ ചിക്കൻ കഴിച്ചു. പക്ഷേ നിങ്ങളാരും അങ്ങനെ ചെയ്യരുത്. എനിക്ക് ആ ചിക്കൻ കഴിച്ചതിൻ്റെതായിട്ടുള്ള ദോഷം എനിക്ക് പണി കിട്ടുകയും ചെയ്തു. എൻ്റെ കഴുത്തിൻ്റെ ബാക്ക് സൈഡ് മൊത്തവും നല്ലപോലെ കുരു വന്ന് പൊങ്ങിച്ചൊറിയായി. അപ്പം ഇപ്പം അത് കാണിക്കണില്ല. അപ്പം ഞാനത് കഴിച്ചതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ചിക്കൻ ഞാൻ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ. അപ്പം ഞാനത് കഴിക്കാനുണ്ടായ വേറെ സാഹചര്യം എൻ്റെ അറിവില്ലായ്മ ആവും. കാര്യം ഞാൻ നോക്കുമ്പോഴെന്ന് വെച്ചാൽ ചുറ്റും മഴയാണ്, ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ചിക്കൻ കഴിച്ചാൽ ഇത്രയും തണുപ്പല്ലേ, ശരീരം ചൂടാവില്ലാന്ന് വിചാരിച്ച്. പക്ഷേ ശരീരം ചൂടായതുകൊണ്ടായിരിക്കണം നിറച്ച് കുരു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ മഴ ആയതുകൊണ്ട് കൂടി തന്നെ വെള്ളം തീരെ കുടിക്കാൻ പറ്റിയില്ല. ഞാൻ ഈ 7 ദിവസം വരെയും ഡോക്ടർ പറഞ്ഞ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് നന്നായിട്ട് വെള്ളം കുടിക്കുക. നന്നായിട്ട് വെള്ളം കുടിച്ചാൽ തന്നെ കുറേ സ്വെല്ലിംഗ് ഒക്കെ അതിൽ കുറയും എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറഞ്ഞു. അപ്പോൾ ശരീരം നല്ല ഹൈഡ്രേറ്റഡ് ആയിരിക്കും, പെട്ടെന്ന് നല്ല പോലെ ഇത് ഉണങ്ങാനൊക്കെ സഹായിക്കും എന്ന് പറഞ്ഞു. ഞാനപ്പോൾ 7 ദിവസം മെനക്കെട്ട് കുറച്ച് വെള്ളം എടുക്കും, ഇച്ചിരി തുളസിയൊക്കെ ഇടും, അതങ്ങനെ കുടിക്കും. അപ്പം എൻ്റെ മുറിയിൽ ഞാൻ സത്യം പറഞ്ഞാൽ 7 ദിവസവും ഞാൻ ഈ ബെഡ്റൂമിൽ തന്നെ ആയിരുന്നു. ഞാൻ താഴോട്ടൊന്നും പോയിട്ടേ ഇല്ല. അപ്പം എനിക്കെപ്പോഴും വൈഫൂടെ വെള്ളം കൊണ്ടുവയ്ക്കും, ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവയ്ക്കും. ഞാനത് കുടിച്ച് തീർക്കുക എന്നുള്ള എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു, കുടിച്ചു തീർക്കും. പക്ഷേ 7 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒരുവിധം നമ്മുടെ ഫിസിക്കലി നല്ല ഓക്കെ ആയി. തലയുടെ ബാക്ക് സൈഡ് വേദന കുറഞ്ഞു, സൈഡ് വേദന കുറഞ്ഞു, മുഖത്ത് നീരെല്ലാം പോയി, നമ്മൾ മൊത്തത്തിൽ ഒന്ന് ഉഷാറായി, ഒന്ന് എണീറ്റ്. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് മരുന്ന് കഴിക്കാൻ പോലും മറന്നു പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായി.
കാര്യം ശരീരത്തിനൊരു വേദനയോ അല്ലെങ്കിൽ എല്ലാം പോയോണ്ടായിരിക്കണം എനിക്ക് നന്നായിട്ട് ഞാൻ മരുന്ന് കഴിക്കാൻ ഉൾപ്പെടെ പലതും മറന്നുപോയി, വെള്ളം കൂടി പിന്നെ തീരെയില്ല. അപ്പോൾ മെനയാന്ന് തൊട്ടാണ് പിന്നെയും വെള്ളം കുടിച്ച് തുടങ്ങിയത്. അതും ഇത്രയും കുരു വന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രം എഗെയിൻ നന്നായിട്ട് വെള്ളം കുടിച്ച് ഇപ്പോൾ വെള്ളം കുടിക്കണുണ്ട്. പക്ഷേ ഇപ്പോൾ മരുന്ന് കഴിച്ചില്ല രാവിലത്തെ. എനിക്ക് രാവിലെ ഒരു മെഡിസിൻ ഉണ്ട്, അത് വൈറ്റമിൻ ടാബ്ലറ്റ് കഴിച്ചത് കഴിക്കണം മറന്നുപോയി. അപ്പോൾ പറഞ്ഞു വന്ന് അടുത്ത് നമുക്ക് പറയാം മെഡിസിനെ പറ്റി. ബ്രോ, നമുക്ക് ആദ്യത്തെ 7 days അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിക്ക് മെഡിസിൻ ഉണ്ട്. അത് 1 സ്വെല്ലിങ് കുറയ്ക്കാനുള്ള മെഡിസിനാണ്, 2 ആൻറ്റിബയോട്ടിക്കാണ്, 3 ഇത് വൂൺസ് ഉറങ്ങാനും അങ്ങനെയൊക്കെയുള്ള ആൻറ്റിബയോട്ടിക്സാണ്. അപ്പോൾ അതെല്ലാം പ്രോപ്പറായിട്ട് എടുത്ത് തന്നെ പോകും. അതിൽ നമ്മൾ റിസ്ക് എടുക്കാൻ നിൽക്കണ്ടെന്ന് എൻ്റെ അഭിപ്രായം. കാര്യം ഒരു 7 ദിവസത്തെ കാര്യം നമ്മളെന്തായാലും ഇത്രയും സർജറിയൊക്കെ ചെയ്ത് ഇത്രയും വേദന സഹിച്ച് ഇത്രയും ഒരു ദൂര സ്ഥലത്തെല്ലാം പോയി എല്ലാം ചെയ്തിട്ട് പിന്നെ ഇനി നമ്മുടെ കിഡ്നിക്ക് ബുദ്ധിമുട്ടാക്കണ്ടെന്ന് വെച്ചിട്ട് മരുന്ന് കഴിക്കാതിരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. സോ മരുന്ന് കഴിക്കുക, തരുന്ന മരുന്ന് പ്രോപ്പറായിട്ട് എഴുതി വെച്ച് കഴിക്കുക. ഞാൻ നീറ്റായിട്ട് ഞാൻ എഴുതി വെച്ച് ഞാൻ ജസ്റ്റ് പിന്നെ കാണിക്കാം. ഞാനൊരു ബുക്കിൽ അത് അവർ നമുക്ക് ഇത് നോക്കി കഴിക്കാനായിട്ട് ഒരു സ്ലിപ്പ് തരും, പേപ്പർ തരും. ആ പേപ്പറിൽ വ്യക്തമായിട്ട് മരുന്നിൻ്റെ പേര്, ബിഫോർ ഫുഡാണോ ആഫ്റ്റർ ഫുഡാണോ എന്നെല്ലാം വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഓർമ്മ എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ഇത്തിരി ചെറിയ കുരുകുരാന്നായതുകൊണ്ട് തന്നെ ഞാനിവിടെ വന്നിട്ട് ഒരു വെള്ള പേപ്പർ ഒരു ബുക്കിൽ ഞാൻ വലുതായിട്ട് എഴുതി വെച്ച് അതിന് അകത്ത് വെച്ചിട്ട് ഞാൻ അത് നോക്കിയാൽ കഴിച്ചുകൊണ്ടിരുന്ന മരുന്നിൻ്റെ കാര്യം അതാണ്. അപ്പം ഒരു 10 ദിവസം ആകുമ്പോഴത്തേക്ക് മരുന്ന് കഴിയും. 7 ദിവസം വരെ അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒരു 4-5 മെഡിസിൻ ഉണ്ടാവും രാവിലെയും വൈകുന്നേരവും. പക്ഷേ അത് 7 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിൽ കുറേ മരുന്ന് തീരും. പിന്നെ 1-2 ഉണ്ടാവുള്ളൂ 10 ദിവസം വരെ. 10 ദിവസം കഴിയുമ്പോഴത്തേന് എല്ലാ മരുന്നും കഴിയും. പിന്നെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, അത് ഒരു വൈറ്റമിൻ ടാബ്ലറ്റാണ്. അതൊരു 3 മാസത്തേക്കുണ്ട്, 90 ഡേയ്സിലത്തേക്കൂടെ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എക്സ്ട്രാ പേയ്മെൻ്റ് ഇല്ല, പറഞ്ഞല്ലോ. എനിക്ക് 45,000 രൂപയാണ് ഗ്രാഫ്റ്റിനായത്, പ്ലസ് 3,000 രൂപ മരുന്നിൻ്റെ കാശാണ്. ആ കാശിലാണ് ഇതെല്ലാം ഉൾപ്പെടണം. ഈ 3 മാസത്തെ വൈറ്റമിൻ ടാബ്ലറ്റ് അത് അത്യാവശ്യം കോസ്റ്റ്ലി ആട്ടോ, 500 സംതിങ് ഉണ്ട് ഒരു സ്ട്രിപ്പിൻ്റെ റേറ്റ് തന്നെ 30 എണ്ണത്തിന്. അപ്പോൾ മരുന്നിൻ്റെ കാര്യം അതാണ്. ഞാൻ ഫുഡിൻ്റെ കാര്യവും പറഞ്ഞു. പിന്നെ മാക്സിമം വെളി ഇറങ്ങാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 7 ദിവസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാക്സിമം 21 ഡേയ്സിലത്തേക്ക് ഈ വെയിൽ ഒത്തിരി കൊള്ളാതിരിക്കുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എനിക്കിന്ന് കുറച്ച് വെയിൽ കൊള്ളേണ്ടതെന്ന് കുഞ്ഞിനെ കൊണ്ടാക്കാനൊക്കെ പോകേണ്ട ആവശ്യമുണ്ട്. പക്ഷേ എനിക്ക് വെയിൽ കൊള്ളുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു തലയ്ക്ക് എന്തോ ഒരു കാര്യം, നമ്മൾ ഈ വെയിൽ കൊള്ളാതിരുന്ന് കൊണ്ടുകൊണ്ടായിരിക്കണം ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ട്. ഡോക്ടർ അന്ന് പറഞ്ഞതാണ് ക്യാപ്പ് വെക്കാമെന്നാണോ എന്തോ ഒരു സാധനം വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്ന് മറന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇന്ന് ഡോക്ടറിന് എനിക്ക് മെസ്സേജ് ഇട്ടു, ഡോക്ടർ ഇപ്പോൾ ഇതാണ് സിറ്റുവേഷൻ, എനിക്ക് വെളി ഇറങ്ങണം, അപ്പം അതിനുള്ള എന്താ പ്രിക്കോഷൻ ചോദിച്ചു. അപ്പോൾ ഡോക്ടർ റിപ്ലൈ ഇട്ടിട്ടില്ല. ഡോക്ടർ റിപ്ലൈ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഞാനൊരു ഷോർട്ടായിട്ട് ചെയ്യാം കേട്ടോ. അപ്പം അതാണ്. അപ്പോൾ മരുന്നിൻ്റെ കാര്യം കഴിഞ്ഞു, ഫുഡിൻ്റെ കാര്യം കഴിഞ്ഞു. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഹെഡ് വാഷ് ഡേ അന്ന് നമ്മൾ ബേബി ഷാമ്പുവും അലോവേറ ജെല്ലും, അറിയാമല്ലോ, അലോവേറ ജെല്ല് ഇട്ട് വെച്ച് ഒരു 1 hour വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബേബി ഷാമ്പു ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഈ തേച്ച് ഇങ്ങനെ ഇളക്കണം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്നരാടമാണ് ഒരു ദിവസം ജസ്റ്റ് തല കുളിക്കുകയുള്ളൂ. അടുത്ത ദിവസം എഗെയിൻ ഞാൻ ബേബി ഷാമ്പു ഇട്ട് ഇങ്ങനെ ആക്കിയാണ് ഞാൻ കുളിക്കൽ. എന്നിട്ട് മൊത്തം പോയിട്ടില്ല. ഈ സൈഡിൽ നിന്നൊക്കെ ഇനി ഇങ്ങനെ ഇങ്ങനെ ഇളകി വരാറുണ്ട്. ഈ സൈഡിലൊക്കെ ഒത്തിരി ഇങ്ങനെ മണ്ണായിട്ട് ഇരിപ്പുണ്ട് സാധനം. അപ്പം 21 ദിവസത്തിന് ശേഷമാണ് നമുക്ക് അവിടെ തന്നെ നമുക്ക് 3 എക്സോ GFC ഫ്രീ ആണ്. 3 GFC നമുക്ക് ഫ്രീ ആണ്. അവിടെ ചെയ്തവർക്ക് 3 GFC ഫ്രീ ആണ്. അത് കഴിഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ റേറ്റ് 2,500 രൂപയാണ്. അപ്പോൾ എനിക്കിവിടെ നിന്ന് ഇത്രയും ദൂരമാണ്, അതായത് എനിക്കിവിടെ നിന്ന് ഒരു 450 കിലോമീറ്റർ ഉണ്ട്. ഞാനൊരു ബസ് പിടിച്ച് ഞാൻ ഈ ഫ്രീ ആയിട്ടുള്ള സാധനം എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയും ഒരു 10,000 രൂപ അടുപ്പിച്ച് മുടക്കി ഞാൻ പോയിട്ട് വരണം. ട്രെയിന് നോക്കണ്ട കാര്യം, റീസെൻ്റായിട്ട് ട്രെയിൻ പെട്ടെന്ന് കിട്ടില്ല. ബസ്സാകുമ്പോൾ എങ്ങനെ 1,200 രൂപ 2,400 അപ്പ് ആൻഡ് ഡൗൺ, പിന്നെ അവിടുത്തെ ഫുഡ് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് 10,000 പുറത്ത് എന്തായാലും ആവും. അപ്പോൾ ഞാൻ ആലോചിക്കണമെന്ന് വെച്ചാൽ GFC ഇവിടെ നിന്ന് എവിടെന്നെങ്കിലും എടുക്കാം എന്നാൽ എൻ്റെ പ്ലാൻ. പക്ഷേ ഒരു പ്രാവശ്യം അവിടെ പോകണമെന്ന് എനിക്കുണ്ട്. ഒരു പ്രാവശ്യം പോയി ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. അവർ ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഒരു നീറ്റായിട്ടൊരു വീഡിയോ എടുക്കണം. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഡയറക്റ്റ് ഡോക്ടറിനെ ചോദിച്ച് മനസ്സിലാക്കാനുള്ളതുകൊണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം എന്തായാലും പോകണം. അത് പറ്റിയാൽ ഇപ്രാവശ്യം പോകാം, ഇല്ലെങ്കിൽ അടുത്ത മാസം പോകാമെന്നൊരു ഇതിലാണ് ഞാൻ ഇരിക്കണം. അപ്പം 3 GFC അവിടെ ഫ്രീ ഉണ്ട്. അപ്പോൾ അവിടെ ചെയ്യുന്നവർക്ക് അവിടെ തന്നെ ഫ്രീ ഉണ്ട്. അവിടെ പോയി നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. 21 ദിവസം കഴിഞ്ഞിട്ട് എനി ടൈം പോയി ചെയ്യാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ചില ആൾക്കാർ ചോദിച്ചൊരു കാര്യമാണ് മിനോക്സിഡിൽ. അതായത് നമ്മുടെ ആ സ്ലിപ്പിൽ എഴുതിയിട്ടുണ്ട്, ഒന്നുകിൽ നമ്മൾ 21 ദിവസം കൂടുമ്പം അതായത് 21 ഡേയ്സ് കഴിയുമ്പോൾ നമ്മളൊരു GFC എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡോക്ടർ പറഞ്ഞു വെച്ചാൽ എഗെയിൻ അതേപോലെ 21 ഡേയ്സിൽ എടുത്തെടുത്ത് പോവാതെ ആ ഡേയ്സ് പതുക്കെ നമ്മൾ കൂട്ടി കൊണ്ടുവരിക. 21 എന്നുള്ളത് പതുക്കെ 31 ആക്കി നോക്കുക. മുടി കൊഴിച്ചിലോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ 31 ആക്കുക, അത് 40 ആക്കുക, 50 ആക്കുക. അപ്പോൾ ബോഡിയെ നമ്മൾ ആ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇനി അത് പറ്റാത്ത ആൾക്കാർ രാത്രി മാത്രം 1 ml മിനോക്സിഡിൽ 5% ആണെന്ന് തോന്നും അപ്ലൈ ചെയ്ത് പോയാലും മതി.
അപ്പം അറിയാലോ മിനോക്സിൽ യൂസ് അറിയാലോ, ജസ്റ്റ് ബ്ലഡിൻ്റെ ഫ്ലോ ഇൻക്രീസ് ചെയ്യും ഈ ഭാഗത്തോട്ട്, അപ്പോൾ ആവശ്യം ന്യൂട്രീഷൻ കിട്ടും, അങ്ങനെ അല്ലേ, അങ്ങനെയാണെന്ന് തോന്നും. അപ്പം ഇതാണ് മിനോക്സിലിൻ്റെ കാര്യം. മിനോക്സിൽ കമ്പൽസറി അല്ല, പക്ഷേ യൂസ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് മിനോക്സിലിൻ്റെ കേസ്. അപ്പോൾ അതുമായി GFC ആയി. അപ്പോൾ ഇത്ര എൻ്റെ ഓർമ്മയിലുള്ളൂ. അപ്പോൾ ഇനി എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞോളൂ. ആരെങ്കിലും ഡൗട്ട് ചോദിച്ചാൽ ഞാൻ അതെല്ലാം കൂടെ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് ഒരു വീഡിയോ ഇട്ട് ചെയ്യാം. അപ്പോൾ ടാറ്റ ബൈ ബൈ.